ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് പറഞ്ഞാൽ ടാറ്റ ടിയാഗോ ഉണ്ടോ. നമ്മൾ ടിയാഗോണ് കംപ്ലൈൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു സൗണ്ട് ആ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ വൈബ്രേറ്റ് ചെയ്ത് ആ ഒരു സൗണ്ട്. പിന്നെ നമ്മൾ ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാലെടുത്താൽ വണ്ടി എടുക്കുന്നത് ഭയങ്കര കിടുകിടു സൗണ്ട് ആണ് കസ്റ്റമർ കംപ്ലൈൻറ്റ്. പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട്, പിന്നെ ക്ലച്ചിൽ നിന്ന് പെട്ടെന്നാണ് എടുക്കുന്ന സമയത്ത് ഭയങ്കര ഒരു അങ്ങനെ അടിക്കുക. അതായത് നമ്മൾ മൗണ്ടിങ് പോയി കഴിഞ്ഞാൽ വല്ല അടിയുണ്ടല്ലോ, അതേപോലത്തെ അടിയുണ്ടോ ടാറ്റ ടിയാഗോയാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് മൗണ്ടിങ് കാര്യങ്ങളൊന്നും പൊട്ടിയില്ല കേട്ടോ. ഒരു മൗണ്ടിങ്ങും പൊട്ടിയിട്ടും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എഞ്ചിൻ്റെ മൗണ്ടിങ് അഴിച്ചു നോക്കി, അത് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കി, പക്ഷെ അത് പൊട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും വണ്ടി ഭയങ്കര സൗണ്ട് പറഞ്ഞാൽ ഭയങ്കര സൗണ്ട്. പിന്നെ അവസാനം നമ്മൾ ഒന്ന് ലോഡ് കൊടുത്തു, അതായത് സംഭരത്തിൽ ലോഡ് കൊടുത്തിട്ട് ഒന്ന് കാല് വെറുതെ ക്ലച്ചിൽ നിന്ന് എടുത്ത് നോക്കിയ സമയത്ത് ആ ഒരു സൗണ്ടിൽ ചെറിയ വ്യത്യാസം കാണിച്ചു. അപ്പോൾ നമ്മൾ നേരെ എഞ്ചിൻ്റെ മൗണ്ടിങ് ആണ്, ഇതാണ് ആ മൗണ്ടിങ് കേട്ടോ. ഈ മൗണ്ടിങ് നമുക്ക് ഇത് സാധാരണ മൗണ്ടിങ് ഇവിടെയൊക്കെ പൊട്ടാറുണ്ട്, പക്ഷെ ഇത് പൊട്ടിയിട്ടും കാര്യങ്ങളൊന്നുമില്ല. പൊട്ടലും ഒന്നും കാണില്ല, ഒരു നമ്മൾ നോട്ടത്തിലൊന്നും കാണില്ല. പക്ഷേ വണ്ടി എടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അടിപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് എഞ്ചിൻ്റെ മൗണ്ടിങ്. അപ്പോൾ നമ്മൾ ഇത് അഴിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ, അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ മൗണ്ടിങ്ങിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കൊണ്ടാണ് ആ സൗണ്ട്. ഇതിൽ പൊട്ടലും കാര്യങ്ങളല്ല, പക്ഷേ ഇത് ഇരുന്നിട്ടുണ്ട് തോന്നുന്നു, നല്ലപോലെ ഇരുന്നുകൊണ്ടാണ് ആ ഒരു സൗണ്ട് കിട്ടുന്നത്. അതേ നമ്മൾക്ക് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്താലും ഇതിങ്ങനെ അഴിച്ചിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്താലൊന്നും ആ സൗണ്ട് കിട്ടില്ല. വണ്ടി പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് മാത്രമേ ആ സൗണ്ട് കിട്ടണുള്ളൂ. ഈ മൗണ്ടിങ് അഴിക്കാൻ വല്ല കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ഒരു ഞെട്ടുണ്ടായിരിക്കും, ഇവിടെ ഒരു 2 ബോൾട്ട് ഉണ്ടായിരിക്കും. ബോൾട്ട് വെച്ച് കഴിഞ്ഞാൽ നേരെ മാറ്റാട്ടോ. അപ്പോൾ ഇതിൻ്റെ ടാറ്റൻ്റെ ഒറിജിനൽ പാർട്സിന് എന്താ റേറ്റ് അറിയില്ല. നമ്മൾ വേറെ പാർട്സ് ഇട്ടുണ്ട്, VARൻ്റെ മൗണ്ടിങ് കിട്ടണം. അതിന് ഏകദേശം ഒരു 4600 5 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് ഈ ഒരു മൗണ്ടിങ്ങിന് കേട്ടോ. അപ്പോൾ ടാറ്റ ടിയാഗോയ്ക്ക് ഇങ്ങനെ സൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നോട്ടത്തിലൊന്നും കിട്ടില്ല. വണ്ടി എടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒരു അടിക്കുന്ന സൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മൗണ്ടിങ് ചെക്ക് ചെയ്തേക്ക്. ഈ മൗണ്ടിങ് പോകാൻ സാധ്യത കൂടുതലുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ആ വണ്ടി ഒരു 1 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഈ മൗണ്ടിങ് സൗണ്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഈ മൗണ്ടിങ് പൊട്ടലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് പൊട്ടലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വെറുതെ ഇടരുത്, ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ടോ എന്തെങ്കിലും നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കുക. എന്നാലും ഇത് പോകാറായിട്ടുണ്ടാവും. ഒരു 1 ലക്ഷം കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പോകുന്നുണ്ടായിരിക്കാം. അതങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടിയാഗോ ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെ മൗണ്ടിങ് 1 ലക്ഷം കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മൗണ്ടിങ് ഇതാണ്ടോ, ഈ ഒരു മൗണ്ടിങ് മാറിയപ്പോൾ ആ സൗണ്ടും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റേ വീഡിയോ വീണ്ടും